ഹായ് എവ്രി വൺ, വെൽക്കം ടു ബ്രൈറ്റ് പാത്ത് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് എ റോഡ് സൈഡ് സ്റ്റാൻഡ് റിട്ടേൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ആദ്യം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ പോയിറ്റാണ്. നാച്ചുറൽ, റൂറൽ ലൈഫ്, അതുപോലെ തന്നെ ഹ്യൂമൻ ഇമോഷൻസ്, ലൈഫ് ചോയ്സസ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റ് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പോയിംസ് ഒക്കെ എഴുതാറുള്ളത്. എന്നിരുന്നാലും കൂടെ അതിൻ്റെയൊക്കെ മീനിങ്സ് ഒക്കെ വളരെ ഡീപ്പായിരിക്കും എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ എ റോഡ് സൈഡ് സ്റ്റാൻഡ്, അതാണല്ലേ നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്നുകൊണ്ട് എന്താ മീൻ ചെയ്യണേ? റോഡിനരികിലുള്ള പെട്ടിക്കട അഥവാ തട്ടുകട എന്നൊക്കെയാണ് കേട്ടോ. സോ ഈ പോയത്തിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നഗരത്തിലുള്ളവരും കൃഷിക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ. കൃഷിക്കാർ വളരെ വിശ്വസ്തരാണല്ലേ, എന്നാൽ സിറ്റി ഡ്വല്ലേഴ്സ് അങ്ങനെയല്ല എന്നാണ് കവി പറയണത്. സിറ്റി ഡ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരത്തിൽ താമസിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അവർ വളരെ റൂഡാണെന്നാണ് കവി പറയണേ. അപ്പോൾ കൃഷിക്കാർ റോഡിനരികിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാൻഡിനെ കുറ്റം പറയുകയാണ് ആര് ചെയ്യണത്? സിറ്റി ഡ്വല്ലേഴ്സ് ചെയ്യണത്. അതുപോലെ തന്നെ പറയണ കാര്യമാണ് റിയൽ എസ്റ്റേറ്റുകാരും മുതലാളിമാരും പൊളിറ്റീഷ്യൻസും ഒക്കെ ഒത്തുചേർന്നിട്ട് നഗരജീവിതത്തിൻ്റെ വ്യാമോഹിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവരെ പറ്റിക്കുന്നുണ്ടെന്ന്, തെറ്റായ പ്രോമിസസ് ഒക്കെ പറഞ്ഞ് വില്ലേജേഴ്സിനെ പറ്റിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയണേ. സോ പാവപ്പെട്ട കൃഷിക്കാർ അവരുടെ വീടിനടുത്ത് കെട്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അഥവാ ഷെഡ്, ഇതിനെ പറ്റിയിട്ടാണ് ഈ കവിതയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഈ പോയത്തിൽ പാവപ്പെട്ട വില്ലേജേഴ്സിന് റോഡരികിൽ ഒരു ചെറിയ റോഡ് സൈഡ് സ്റ്റാൻഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരുടെ ആ ഷോപ്പിൽ അവർ തന്നെ ഫാമിലുണ്ടായ പ്രൊഡക്ട്സാണ്, അവരുടെ ഓൺ പ്രൊഡക്ട്സാണ് അവർ വിൽക്കണേ, അവർ സെയിൽ ചെയ്യണേ. വഴിയിലൂടെ പോണ വാഹനയാത്രക്കാരനെയൊക്കെ അവരുടെ സാധനങ്ങൾ വാങ്ങി സഹായിക്കും എന്നൊരു ഹോപ്പ് അവർക്കുണ്ട്, ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷെ എന്താ സംഭവിക്കണേ? മിക്ക സിറ്റി ഡ്വല്ലേഴ്സും അവരുടെ കടയെ ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ വഴി ചോദിക്കാൻ മാത്രം നിർത്തുകയോ ആണ് ചെയ്യണേ. ഒന്ന് മൈൻഡ് ആക്കണ പോലും ഇല്ല. ഇങ്ങനത്തെ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഷെഡോ അവിടെ ഉണ്ടെന്നുള്ള മൈൻഡ് പോലും അവർ ചെയ്യണില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ആ പാവപ്പെട്ട കർഷകർ എന്താവുകയാണ്? ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കവിതയിൽ റോബർട്ട് ഫ്രോസ്റ്റ് ഗ്രാമീണരുടെ പോവേർട്ടിയും സഫറിങ്ങും ആണ് അവതരിപ്പിക്കണത്. സമ്പന്നരായ സിറ്റി ഡ്വല്ലേഴ്സിൻ്റെ സെൽഫിഷ്നെസ്സും ഇൻഡിഫറൻസും കവി ഇവിടെ വിമർശിക്കുന്നുണ്ട്. ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് അവരുടേതുപോലുള്ള ബെറ്റർ ലൈഫ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, റെസ്പെക്റ്റ്, കെയർ ഇതൊക്കെ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്, കവി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോയാലോ? അതിലെ ഫസ്റ്റ് 6 ലൈൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കവിത തുടങ്ങണത് സ്റ്റാൻഡിനെ കുറിച്ച് വിവരിച്ചാണ്. അപ്പോൾ അവരുടെ വീടിനോട് ചേർന്ന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈവേയോട് ചേർന്നിട്ടാണ് കേട്ടോ ആ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ കാറിൽ പോണ ആൾക്കാർ അവരുടെ പ്രൊഡക്ട്സ് വാങ്ങും എന്ന വിശ്വാസത്തിലാണ് അവർ ആ സ്റ്റാൻഡ് അവിടെ നിർമ്മിച്ചിരിക്കണേ. ഒരു വിശ്വാസമാണ് അവർക്ക്, അവരുടെ സാധനങ്ങളെല്ലാം, അവരുടെ പ്രൊഡക്ട്സ് എല്ലാം സെയിലാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. ആ സ്റ്റാൻഡൊക്കെ അവരുടെ വീടിനോട് ചേർന്ന് റോഡ് സൈഡിൽ തുടങ്ങിയിട്ടുള്ളത്. അവർക്ക് കുറച്ച് എക്സ്ട്രാ ക്യാഷ് വേണമായിരുന്നു. എന്തിനാ അങ്ങനെ ക്യാഷ് വേണ്ടേ? നോട്ട് എ ഡോൾ ഓഫ് എ ബ്രെഡ് എന്നാ പറയണേ. ഒരു പീസ് ബ്രെഡിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അവർക്ക് സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കണത് കേട്ടോ. നഗരത്തിൽ വന്നിട്ട് അവർക്ക് ജീവിക്കാനുള്ളതൊക്കെ കൃഷിയിൽ തന്നെ ഒരുപാട് കിട്ടുന്നുണ്ട്, ധാരാളം കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് വേണം? അവരുടെ ഈ പ്രൊഡക്ട്സ് വിറ്റിട്ട് നഗരത്തെ സപ്പോർട്ട് ചെയ്യണമെന്നും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്നുമാണ് പറയണേ. സോ മനസ്സിലായില്ലേ? അപ്പം ഇനി നെക്സ്റ്റ് ലൈൻസ് നോക്കൂ. അങ്ങനെ അഥവാ അൺഫോർച്ചുനേറ്റ്ലി ആരും കാഴ്സ് നിർത്തി അവരുടെ പ്രൊഡക്ട്സ് മേടിക്കണില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ അവരൊക്കെ ആ ഫാമേഴ്സിനെയും അവരുടെ പ്രൊഡക്ട്സിനെയും ക്രിറ്റിസൈസ് ചെയ്യണം കേട്ടോ. ഇവിടെ പോളിഷ്ഡ് ട്രാഫിക് എന്നുകൊണ്ട് മീൻ ചെയ്യണത് സമ്പന്നരായ സിറ്റി ഡ്വല്ലേഴ്സിനെയാണ്, അതായത് നഗരത്തിലെ നഗരവാസികളെയാണ് കേട്ടോ. അതുപോലെ അവർ മൈൻഡ് ഹെഡ് വെച്ചിട്ട് സ്വന്തം ലക്ഷ്യത്തിലേക്ക് മാത്രം യാത്ര ചെയ്യുകയാണെന്നാണ് കവി പറയണേ. അഥവാ ഇനി റോഡ് സൈഡ് സ്റ്റാൻഡിൻ്റെ അടുത്തെങ്ങാനും വണ്ടി നിർത്തിയാലും ആ കച്ചവടക്കാരെ സഹായിക്കില്ല, മറിച്ച് എന്താ ചെയ്യണേ? അവർ വെച്ചിരിക്കുന്ന സൈൻ ബോർഡ്സിനെയൊക്കെ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ് അവരെ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാണ്, അവരെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരാകെ ഇറങ്ങണത് തന്നെ കേട്ടോ. അല്ലാതെ അവരുടെ പ്രൊഡക്ട്സ് വാങ്ങാനോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ല. അതുപോലെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് എന്തൊക്കെ? ബെറീസ്, അതുപോലെ തന്നെ സ്ക്വാഷിൻ്റെ ബോട്ടിൽസൊക്കെ. അതൊന്നും മൈൻഡ് പോലും ചെയ്യണില്ല സിറ്റി ഡ്വല്ലേഴ്സ്. അവർ ഇറങ്ങണത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബാഡ്ലി പെയിൻറ്റഡ് ആയിട്ടുള്ള സൈൻ ബോർഡ്സിൽ എന്നെ അങ്ങടാണ്, എസ് ഇങ്ങടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ ബോർഡ്സ് ബാഡ്ലി പെയിൻറ്റഡ് ആവാനായിട്ടുള്ള കാരണം എന്താ? അവർക്ക് ലാക്ക് ഓഫ് മണി എന്നുള്ളൊരു വലിയൊരു ഇഷ്യൂ ഉണ്ട് അവരുടെ ഇടയിൽ, ആ കർഷകരുടെ ഇടയിൽ അല്ലേ. ലാക്ക് ഓഫ് മണി എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഇല്ല. അതൊന്നും ശരിയാക്കാനോ റെഡിയാക്കാനോ നന്നാക്കാനോ ഉള്ള ക്യാഷ് അവരുടെ കയ്യിലില്ല. അവർക്ക് ക്യാഷും എഡ്യൂക്കേഷനും കുറവല്ലേ, അതുകൊണ്ടാണ് അവർക്ക് അതൊന്നും റെഡിയാക്കാനും പറ്റാത്തത്.
അതുപോലെ ചിലർ അവിടെ റെസ്റ്റ് എടുക്കാനും വരുന്നുണ്ട് കേട്ടോ. എന്തിനാ റെസ്റ്റ് എടുക്കാൻ വരണേ? അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള മൗണ്ടൈൻസീനൊക്കെ കണ്ട് ആസ്വദിക്കാനും അതുപോലെ അവരുടെ വാഹനങ്ങൾ ഒന്ന് ചൂടാറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താനൊക്കെ ആയിട്ടാണ് അവർ ആകെ വാഹനങ്ങൾ നിർത്താറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയണത് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻസയിലല്ല, ഈ ലൈൻസിൽ പറയണത് കേട്ടോ. അപ്പോൾ ഇതിലൂടെ കവി എന്താ പറയണേ? സമ്പന്നരായ വില്ലേജേഴ്സിന് പാവപ്പെട്ടവരുടെ ദാരിദ്ര്യവും സഫറിങ്സും ഒന്നും മനസ്സിലാവണില്ല എന്നല്ലേ. അതിൻ്റെ അടുത്ത ലൈൻസ് നോക്കിക്കേ. ഈ വരികളിൽ കവി പാവപ്പെട്ട വില്ലേജേഴ്സിൻ്റെ ദുഃഖവും പ്രതീക്ഷയുമാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. സിറ്റിയിലുള്ളവർക്കൊക്കെ ഒരുപാട് പണം ഉണ്ടെങ്കിൽ എന്താ, അവർ ഒരുപാട് പിശുക്കന്മാരാണെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ അവരാരെയും സഹായിക്കാതെ ആ പണമൊക്കെ കൈവശം വെച്ച് പോവുകയാണെന്നാണ് പറയണേ കേട്ടോ കവി. ഈ ലൈൻസിൽ കർഷകർ ഒരു ആത്മകഥ നടത്തുകയാണ്. സിറ്റി ഡ്വല്ലേഴ്സിന് അവരുടെ പ്രൊഡക്ട്സ് വേണ്ടെങ്കിൽ വേണ്ട, അവരുടെ ക്യാഷ് അവരുടെ പോക്കറ്റിൽ തന്നെ കിടന്നോട്ടെ എന്നാണ് കർഷകർ പറയണേ. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയണേ? ഇത്തരത്തിലുള്ള അവഗണന അവർക്ക് അംഗീകരിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അതായത് ഇത്തരത്തിലുള്ള അവഗണനകൾ ഒരുപാടായി അവർ ഫേസ് ചെയ്യുന്നു. അപ്പോൾ അത് അവർക്കൊന്ന് സഹിക്കാവുന്നതിൽ അപ്പുറമായപ്പോൾ അവർ സ്വയം വിചാരിക്കുകയാണ് അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് വേണ്ടെങ്കിൽ വേണ്ട, അവർ ആ പൈസ ഒക്കെ സ്വയം കൈവശം വെച്ചോട്ടെ എന്ന് പറയുക. അപ്പോൾ ഗ്രാമീണർക്ക് കുറച്ച് പൈസ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യാമോഹിപ്പിക്കണ തരത്തിലുള്ള നഗരജീവിതം അവർ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അത്തരത്തിലുള്ള നഗരജീവിതം അതുപോലെയൊക്കെ ജീവിക്കാനും അവരുടേതായ ജീവിതശൈലി ജീവിക്കാനും വേണ്ടിയിട്ടാണ് അവർ എന്ത് വിചാരിക്കുന്നത്? കുറച്ച് ക്യാഷ് എക്സ്ട്രാ വേണമെന്ന് സ്വയം വിചാരിക്കണേ. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടീസും റിയൽ എസ്റ്റേറ്റ് ഏജൻസും ഒന്നും അതിന് അതായത് ഇവരുടെ ഈ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കണില്ല. അവരവരുടെ ഡ്രീംസ് ഡിലേ ഓർ ഡെനി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലൈൻസ് നോക്ക്. ഈ ലൈൻസ് പറയണത് കുറച്ച് ആളുകളെ കുറിച്ചാണ്. അവരെ, അതായത് ആ കുറച്ച് ആളുകളെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്യാഗ്രഹികളായ നല്ല പ്രവർത്തകർ എന്നൊക്കെയാണ്. അത് ആരൊക്കെയാണ് അങ്ങനെ പറയണേ? അത്യാഗ്രഹികളായ നല്ല പ്രവർത്തകർ എന്നൊക്കെ ആരൊക്കെയാണെന്ന് പറയണേ? റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, പൊളിറ്റീഷ്യൻസ്, ഇവരൊക്കെയാണ് കേട്ടോ. അവർ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫോൾസ് പ്രോമിസസ് ഒക്കെ കൊടുത്തിട്ട് വില്ലേജേഴ്സിനെ പറഞ്ഞ് പറ്റിക്കണേ. ഇവരുടെ അത്തരത്തിലുള്ള പ്രോമിസസിലൊക്കെ ആരെങ്കിലും വീണ് പോയാൽ പിന്നെ അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടുന്ന കവി പറയണേ. സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടുന്നുണ്ട് അത്ര അവർക്കൊക്കെ. പണ്ടൊക്കെ ഇവർ ഒരുപാട് ജോലി ചെയ്തിരുന്നു അത്രേട്ടാ അവരുടെ അടുത്ത്. എന്നാൽ ഇപ്പോൾ പകൽ അധ്വാനിക്കാത്തതുകൊണ്ട് തന്നെ എന്താ, രാത്രി ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷെ അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും മീൻസ് എന്താ പറയുക, അധ്വാനിക്കാതെ ആയപ്പോൾ അവർക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയണേ. ഇവിടെ നമുക്ക് 2 ഫിഗർ ഓഫ് സ്പീച്ചസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എന്തൊക്കെയത്? ഓക്സിമോറണും അലിറ്ററേഷനും അല്ലേ. അപ്പോൾ ഓക്സിമോറൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഓപ്പോസിറ്റ് വേർഡ്സ് യൂസ്ഡ് ടുഗദർ ഫോർ എംഫസിസ് ഓർ ആർട്ടിസ്റ്റിക്സ് എഫക്റ്റ്. അതായത് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ടേംസിൻ്റെ കൂടിച്ചേരലാണ് എന്തെന്ന് പറയണത്? ഓക്സിമോറൺ എന്ന് പറയണത്. ഇതിൽ ഗ്രീഡി ഗുഡ് ഡോയേഴ്സ് എന്നത് കണ്ടില്ലേ? അതിൽ എന്താ, അത്യാഗ്രഹികളായ 2 നല്ല പ്രവർത്തകർ എന്നല്ലേ പറയണേ. അപ്പോൾ ഇത് നോക്ക്, ഒന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, മറ്റൊന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിച്ചേരലാണ് ഇവിടെ വന്നിരിക്കണേ. അത്യാഗ്രഹികളായ നല്ല പ്രവർത്തകർ എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്, പുറമെ നോക്കുമ്പോൾ അവർ നല്ല പ്രവർത്തകരാണെന്നും തോന്നും, പക്ഷെ ഉള്ളിലിരിപ്പ് വേറെയാണ്. അപ്പോൾ അതാണ് ഓക്സിമോറൺ എന്ന് പറയണത്. അതുപോലെ തന്നെ ബെനഫിഷ്യൻ ബീസ്റ്റ് ഓഫ് പ്രേ എന്നതും ഒരു ഓക്സിമോറൺ ആണ് കേട്ടോ. ഉപകാരികളായ ഇരമൃഗങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഉപകാരികളായ ഇര പിടിക്കുന്ന മൃഗങ്ങൾ എന്നാണ് അവരെ പറയുന്നത്. ആരെ? ഇത്തരത്തിലുള്ള പൊളിറ്റീഷ്യൻസിനെയും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഓക്സിമോറൺ എന്ന ടേമിലാണ്. അടുത്തത് എന്താ? അലിറ്ററേഷൻ. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ നിയർ ബൈ വേർഡ്സ്. അപ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലിറ്ററേഷൻ എന്ന് പറയണത്. ഗ്രീഡി ഗുഡ്സ് ഡോയേഴ്സും ബെനിഫിഷ്യൻസ് ഓഫ് ബീറ്റ്സ് ഓഫ് പ്രേയും അലിറ്ററേഷനും ഓക്സിമോറനും ഉണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസിലേക്ക് പോയാലോ. ഇവിടെ കവി എന്താ പറയണേ? അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെയാണ് പറയണത്. കർഷകരുടെ നടക്കാത്ത ആഗ്രഹങ്ങളിൽ കവിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ്. അപ്പോൾ കർഷകർ അവരുടെ ഷോപ്പിൻ്റെ അടുത്ത് ഏതെങ്കിലും വാഹനങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട്. അങ്ങനെ അഥവാ നിർത്തിയാൽ തന്നെ അത് ആ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേ, മറിച്ച് അവരെ പരിഹസിക്കാനും ഓരോ ഡെസ്റ്റിനേഷനും ചോദിക്കാനും ഒക്കെയാണെന്നാണ് ഇതിൽ പറയണേ. ഇതിലൊരു പേഴ്സോണിഫിക്കേഷൻ കണ്ടില്ലേ? സാഡ്നെസ് ദാറ്റ് ലേർക്സ് നിയർ ദ ഓപ്പൺ വിൻഡോ എന്നുള്ളത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സോണിഫിക്കേഷൻ ഈസ് ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. മനുഷ്യരല്ലാത്തവയ്ക്ക്
മനുഷ്യരുടെ ഗുണങ്ങളോ പ്രവൃത്തികളോ നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാഡ്നെസ് ദാറ്റ് ലർക്സ് നിയർ ദ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ സെൽഫിഷ് കാർ എന്ന് വരുന്നില്ലേ, അതും എന്താ പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. അതിൽ കാർ എന്താണ്, ഇനേനിമേറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അതൊരിക്കലും സെൽഫിഷ് ആവില്ല അല്ലേ. സെൽഫിഷ് എന്ന ക്വാളിറ്റി ആർക്കാ ഉണ്ടാവുക, എനിമൽസിന് ഉള്ള ക്വാളിറ്റീസ് അല്ലേ. അപ്പോൾ എന്താ, ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ കാറിന് കൊടുക്കണത്. പക്ഷെ കാറല്ല, അതിൻ്റെ ഉള്ളിലെ പാസഞ്ചേഴ്സിനെയാണ് ഇവിടെ സെൽഫിഷ് എന്ന് പറയണത് കേട്ടോ. അടുത്ത ലൈൻസ് നോക്കൂ. അപ്പോൾ കവിക്ക് അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, എന്നാൽ അവരുടെ സങ്കടങ്ങളൊന്നും അവസാനിക്കണില്ല എന്നാണ് കവി പറയണേ. അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള വഴി അദ്ദേഹം ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, ഒരു ആലോചന അദ്ദേഹത്തിന് വരികയാണ്. എന്താണ് ആ തീരുമാനം? യൂത്തനേഷ്യ എന്ന ടേമാണ് അദ്ദേഹം വിചാരിക്കണത് കേട്ടോ. യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, മേഴ്സി കില്ലിങ് എന്നാണ് അർത്ഥം, അതായത് ദയാവധം. ഓക്കെ, അപ്പോൾ അദ്ദേഹം അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ദയാവധം. അല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയണില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറ്റാനും അവരുടെ സങ്കടങ്ങൾ മാറ്റാനും അദ്ദേഹത്തിന് കഴിയണില്ല, അത്രയും സാധിക്കണില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ദയാവധം ചെയ്യാം എന്ന ഓപ്ഷനിലേക്ക് എത്തണത്. മനസ്സിലായില്ലേ, പോയിന്റ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ റോഡ് സൈഡ് സ്റ്റാൻഡിൽ പറയണത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ, ഓക്സിമോറൻ, അലിറ്ററേഷൻ. അപ്പോൾ ഈ പോയത്തിൽ എത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ പോയത്തിൻ്റെ ജസ്റ്റ് തീം മനസ്സിലായില്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. താങ്ക്